നമുക്ക് നെമ്മീൻ അഥവാ കിങ്ഫിഷ് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇതേ രീതിയിലാണ് കറി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കറി വെക്കാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുവേണ്ടി ഞാൻ 2 നെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വലുതുമല്ല, എന്നാലൊട്ട് ചെറുതുമല്ല, ആ രീതിയിലുള്ള 2 നെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുക. ഇനി അതിന് വേണ്ടി ഞാൻ 10 കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ എണ്ണയ്ക്കകത്തോട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. അത്രയും ഒത്തിരി അങ്ങ് മൂക്കണ്ട, ഒരു ചെറിയ മൂപ്പാന്തരം വരെ മൂപ്പിക്കുക. ഇതേപോലെ ഇളക്കി കൊടുക്കണം. നിങ്ങളെല്ലാവരും കറി വെച്ചിട്ടുണ്ടാകുമായിരിക്കും. ഇനി അതിന് ശേഷം നമ്മൾ 1 സ്പൂൺ മല്ലിയാണ്. നിങ്ങളുടെ കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല സീഡ് തന്നെ എടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ വേണ്ട 1 സ്പൂൺ മല്ലിയാണ് എടുക്കുന്നത്. അതിന് കഴുകി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ ആ വെള്ളം വറ്റി വന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതും ഇതിൻ്റെ കൂടെ നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവയാണ് എടുത്തത്. അതും നമ്മൾ പൗഡറല്ല ഇട്ട് കൊടുക്കുന്നത്, സീഡായിട്ട് തന്നെ എടുക്കുകയാണ്. അതും ഇതേപോലെ നമ്മൾ കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതാ ഒട്ടും നിർബന്ധമില്ലെങ്കിൽ സീഡ് എടുക്കണമെന്ന്, പൗഡർ തന്നെ എടുത്താൽ മതി. എളുപ്പത്തിൽ നമ്മൾ അതാണെന്നല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇച്ചിരി ടേസ്റ്റ് വരും നമ്മൾ അന്നേരം അതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ. അതൊന്ന് മൂത്ത് വരട്ടെ, ചെറുതായിട്ട് ആ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് അത് മൂക്കട്ടെ. ഒത്തിരി ഫ്ലെയിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ 2 സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എരിവുള്ള 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത്, അത് ആ മല്ലിയും ഉലുവയും എല്ലാം ഒന്ന് വെള്ളം പറ്റി ഇച്ചിരി മൂത്തതിന് ശേഷമാണ് നമ്മൾ ആ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതും അതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഇതെല്ലാം അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറുന്നിടം വരെ ഞാൻ ആ പൊടിയുടെ എടുക്കുവാണ്, മൂപ്പിച്ചെടുത്ത്. ഇനി അതിന് ശേഷം അതിലേക്ക് 1/2 മുറി തേങ്ങ, നമ്മൾ തിരുമിയ 1/2 മുറി തേങ്ങ ആണ് എടുത്ത്, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് മൂക്കണ്ട, വെള്ളം വറ്റിയാൽ മാത്രം മതി. എന്നിട്ട് ഇതേപോലെ നമ്മൾ മൂപ്പിച്ചെടുക്കുക. അതുകൂടെ ഇത്രയും മതി. വേണ്ട അത് വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്കത് നല്ലപോലെ അരച്ചെടുക്കാം. അത് തണുക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം, അതായത് നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് 2 പീസ് പുളി, കുടംപുളി, അതും കൂടെ നമ്മളതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് ഇതിൻ്റെ പുളി ആ വെള്ളത്തിൽ ഇറങ്ങട്ടെ. അതിലേക്ക് ഇനി നമ്മൾ 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ച് പകുതി പുളിയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ 2, 3, 4 പച്ചമുളക്, അതായത് 5 പച്ചമുളക് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോഴാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത്. ആദ്യം വേണേൽ കറിവേപ്പില ഈ പുളിയുടെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് എടുക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം ആ ഒരു ഫ്ലേവർ അതിനകത്തുണ്ടായിരിക്കും. ഇതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരുന്നത്, ആ മൂപ്പിച്ച് വെച്ചിരുന്ന പൊടിയും തേങ്ങ എല്ലാം കൂടെ അരച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എൻ്റെ ചൂടുവെള്ളം നമ്മുടെ ആ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ അതിനകത്തോടാണ് നമ്മൾ ഈ അരപ്പെല്ലാം കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തത്. ഇനി ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്കറിയാമല്ലോ മീനിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മീനാണ് നെമ്മീൻ, ആവോലി, ഇതൊക്കെ നല്ല മീനാണ്. എന്നിട്ട് നമ്മൾ വെട്ടിയത് ക്ലീൻ ചെയ്തെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതെല്ലാം നമ്മൾ ആ അരപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നല്ലപോലെ സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്ന് തൂത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ച് വരട്ടെ.
അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു തക്കാളിയുണ്ട്. ആ ഒരു പഴുത്ത തക്കാളി എടുത്തിട്ട് അത് നമ്മൾ ഒന്ന് നല്ലപോലെ ചെറിയ ജാറിൽ വെച്ച് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ കറിക്കകത്ത് സ്പൂണിട്ട് ഇളക്കരുത്. അതിന് പകരം നമ്മളൊരു തുണി വെച്ച് സൈഡിൽ പിടിച്ചുകൊണ്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതേപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ തക്കാളി അരച്ചുകൊണ്ട് വരണം. അതായത് സോസ് പോലെ തക്കാളി അരച്ചുകൊണ്ട് വരണം ജാറിൽ. എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അന്നേരം ഒരു നല്ല ടേസ്റ്റാണ് തക്കാളിയുടെ. അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലാത്തത് ഇപ്പം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും. പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇതായിട്ട് നമ്മൾ ഇറക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.